എന്തോന്നാടാ നോക്കുന്നത്? കാഞ്ഞിരത്തിന്റെ കഷായോ? കുടിക്ക്, നല്ലതാ, കുടിക്കടാ. നിന്നോടാ പറഞ്ഞ കുടിക്കാൻ. എന്തുവാടാ? എന്താടാ ചെയ്യുന്നേ? തരുന്ന മരുന്ന് കുടിക്കാൻ പറ്റില്ലേ നിനക്ക്? നിന്നെ ഉണ്ടാക്കിയ എന്നെ പറയണം. വാ മോനെ, വാ ഇരിക്കേ. അച്ഛൻ വന്നില്ലേ മോനെ? അച്ഛൻ വന്നോണ്ടിരിക്കും. ഓ അത് ശരി. ഗായത്രി, ഗായത്രി, വേഗം വാ മോളെ, പയ്യൻ കാത്തിരിക്കുക. ഗായത്രി, അവൾ ഇപ്പൊ വരും. ഗായത്രി വളരെ നല്ല കുട്ടിയാ. അവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അവളെ പൊന്നു പോലെയാ ഞാൻ നോക്കുന്നത്. ഗായത്രി, ഗായത്രി, എത്ര നേരമായി മോളെ? മോൻ ഇവിടെ കാത്തിരിക്കയല്ലേ? അവൾ ഇപ്പൊ വരും. ഗായത്രി വളരെ നല്ല കുട്ടിയാ. വരണം വരണം. എന്ത് പറ്റിയാ? മിണ്ടാതിരിക്കടാ. നോക്ക് ജാനകിയമ്മേ, എന്താ ഞങ്ങൾക്കൊന്നും അറിയത്തില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാ ഞാൻ കുറച്ച് താമസിച്ചത്. ഇതുവരെ നിങ്ങളുടെ മോളെ കണ്ടിട്ട് പോയ ചെറുക്കന്മാരൊക്കെ കല്യാണ തീയതി കുറിച്ച ഉടനെ യമലോകത്ത് പോയെന്നാ അറിഞ്ഞത്. ഈ സത്യം മറച്ചു വെച്ച് നിങ്ങളുടെ മോളെ എന്റെ മോന്റെ തലയെ കെട്ടിവെക്കാനാണോ നോക്കിയേ? എന്തായാലും ഭാഗ്യം കൊണ്ട് തീയതി കുറിക്കുന്നതിന് മുൻപ് സത്യം ഞങ്ങൾക്ക് മനസ്സിലായി. എന്തോന്നാ ഇങ്ങനെ നോക്കുന്നേ? സത്യം ഞങ്ങൾക്ക് അറിഞ്ഞെന്നുള്ള വിഷമമാണോ? ഈ പോക്ക് ഇങ്ങനെ പോവാണെങ്കിൽ മിക്കവാറും പെണ്ണിനെ കാണാൻ പറ്റും തോന്നുന്നില്ല. ലോകത്തെങ്ങും ഇല്ലാത്തൊരു പെണ്ണ് നല്ല ജാതകത്തിലാ ഉണ്ടായത്. എന്തായാലും കൊള്ളാം. എഴുന്നേക്കടാ. നിന്നോടല്ലേ എഴുന്നേക്കാൻ പറഞ്ഞേ? മര്യാദയ്ക്ക് വാടാ. എന്തോന്നാടാ വായി നോക്കിക്കൊണ്ടിരിക്കുന്നേ? എഴുന്നേക്കടാ. നിനക്ക് വേറെ പെണ്ണ് കിട്ടില്ലേ? നിന്നോടല്ലേ എഴുന്നേക്കാൻ പറഞ്ഞേ? മര്യാദയ്ക്ക് വാടാ. ഞാൻ പറയുന്നത് കേക്ക്. ഇനി പറയാനൊന്നുമില്ല. എന്ത് പറ്റി ചേച്ചി? ഞാൻ എന്തു പറയാനാ, എപ്പോഴത്തെ പോലെ തന്നെ എന്റെ മോളുടെ ജാതകം ഇങ്ങനെയായി പോയതിന് ഞാൻ ആരെ കുറ്റം പറയാനാ? ചേച്ചി, നിങ്ങൾ തന്നെ ഇങ്ങനെ വിഷമിച്ചോണ്ടിരുന്നാൽ പിന്നെ ഗായത്രിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവൻ പോയാ വേറൊരുത്തൻ വരുമല്ലോ. അവന്റെ നോട്ടം തന്നെ ശരിയല്ല. നമ്മുടെ ഗായത്രിക്ക് നല്ലൊരു ചെക്കനെ കിട്ടും ചേച്ചി. നിങ്ങൾ വിഷമിക്കേ വേണ്ട. വാടാ സഹദേവാ, നിന്നെ കണ്ടില്ലെന്ന് ഇപ്പോഴാ വിചാരിച്ചോളൂ. ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുള്ളതാ, എന്നെ സഹാന്ന് മാത്രമേ വിളിക്കാവൂന്ന്. എടാ, എന്റെ വയൽ എന്ത് വരുന്നു അതേ വിളിക്കുള്ളൂ. ഒരു സഹ കോപ്പ്. ശരി വിളിയാ, നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുക. ഉണ്ടെങ്കിൽ ഒരു 5 രൂപ താടേ, പോയെന്ന് ഞാൻ വലിച്ചിട്ട് വന്നേക്കാം. കളിയാക്കലടാ, ഞാനേ 10 പൈസക്ക് കച്ചവടം നടന്നില്ലെന്ന് ഇരിക്കുമ്പോഴാ. എപ്പ നോക്കിയാലും പൈസ ഇല്ലെന്നേ പറയൂ. പക്ഷേ ഉണ്ടെങ്കിലേ എന്റെ കൂട്ടുകാരുണ്ടല്ലോ മകേഷ്, അവന്റെ അപ്പന് നൈറ്റ് ഷിഫ്റ്റാ. അതുകൊണ്ട് ഇപ്പൊ അയാള് വീട്ടിൽ തന്നെ ഉണ്ടാവും. അവന്റെ അപ്പന്റെ കളിയൊക്കെ അവന്റെ കയ്യിരിക്കും. പക്ഷെ ഞാൻ അവനെ പോയി കൊണ്ടുവരും. ഡാ, അവന്റെ തന്തയുടെ മുന്നിൽ പോയി ചാടല്ലേ, അയാൾ നിന്നെ കൊല്ലും. എന്റെ അടുത്ത് അയാളെ കളിയൊന്നും നടക്കൂലടേ. ഞാനിതൊക്കെ കുറെ കണ്ടതാടേ. ഞാനിതാ ഇപ്പൊ വരാവേ. എങ്ങോട്ടായിരിക്കും?
ഏയ് ഞാൻ പോവുക. നേരെ ഒരുപാടായി. മൈനെ അല്പസമയം കൂടെ. എനിക്ക് പോണം. എടാ ഏയ്. ഞാനും തെങ്ങിൽ എത്ര സമയം വെച്ചാടാ ഇങ്ങനെ ഇരിക്കുന്നേ? ഒരു പേജ് എത്ര നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുവടാ? അറിയാത്തോണ്ട് ചോദിക്കുക. വല്ലതും മണ്ടേ കേറുന്നുണ്ടോ നിനക്ക്? എടാ വല്ലതും മനസ്സിലാവുന്നോന്നാ ചോദിച്ചേ. മനസ്സിലാകുന്നുണ്ടച്ചാ. മനസ്സിലാകാതെ പിന്നെ പഠിക്കാൻ പറ്റുമോ? എന്ത് മനസ്സിലാക്കി എന്ത് പഠിക്കുന്നോ ദൈവത്തിനറിയാം. മഹേഷേ, എന്നാ ഉം, ചായ കുടിച്ചിട്ട് പഠിക്കാൻ നോക്കൂ. ഉം. ഇയാൾക്ക് ആരാണാവോ നൈറ്റ് ഷിഫ്റ്റ് കൊടുക്കുന്നത്? പകല് വീട്ടിലിരുന്ന് മറ്റുള്ളവരെ ജീവനെടുക്കുക. ഡാ. എടാ ഒന്ന് വേഗം വാ, സാധനമൊക്കെ റെഡിയാ. എടാ എത്ര നേരം വെച്ചാ? ഒന്ന് പെട്ടെന്ന് വാ. പണി തരാത്ത എടാ അതൊക്കെ കളഞ്ഞിട്ട് പെട്ടെന്ന് വാ. ഈ സമയത്ത് ആരാ എനിക്ക് ഫോൺ ചെയ്യുന്നേ? എടാ അയാൾ പോയി, നീ വാ. ഹലോ. സാറേ ഞാൻ കോൺസ്റ്റബിളാ. ആ പറ. ഇൻസ്പെക്ടർ പെട്ടെന്ന് വരാൻ പറഞ്ഞു. എന്തിന്? അതൊന്നും അറിയില്ല സാറേ, വരാൻ പറഞ്ഞു. ശരി വരാം, വെക്ക്. അമ്പട രക്ഷപ്പെട്ടു. എടാ അറിയാം, ഒന്നും വാടാ. റെഡി. എന്റെ മോൾക്ക് വിവാഹം നടക്കില്ലേ സ്വാമി? എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ എന്റെ ജീവൻ കൊടുത്താ എന്റെ മോക്ക് നല്ലത് നടക്കുമെങ്കിൽ പറയൂ. ഞാൻ ഈ ക്ഷണം തന്നെ മരിക്കാൻ തയ്യാറാ. ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാണ് സ്വാമി? എന്തെങ്കിലും പറയൂ. എന്റെ മോടെ വിധി അത് 7 കടല് കടന്നാലും മാറില്ല. ജാതകത്തിൽ തെളിഞ്ഞു കണ്ടതാ, അതൊരിക്കലും മാറ്റാനും പറ്റില്ല. അവള് തനിച്ച് ജീവിക്കണമെന്നുള്ളത് അവിടെ തലയിലെഴുത്താണ്. ആരും ഇവിടെ കാണുന്നില്ലല്ലോ. എന്താ സാറിന് ഇത്രയും ധൃതി? വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ. ധൃതിയിൽ എങ്ങോട്ടാ? ബാത്റൂമിലേക്കാണോ? ഒന്ന് പോ ഗായത്രി, ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാതെ. ഓ, സാറിനിപ്പോ ഞാൻ സംസാരിക്കുന്നത് കേട്ടാ തന്നെ ദേഷ്യം തോന്നുന്നുണ്ടല്ലേ? അതല്ല ഗായത്രി. അതൊക്കെ ശരി, ബാക്കിയൊക്കെ പിന്നീട് സംസാരിക്കാം. ആദ്യം ഇത് കഴിക്ക്. അല്ല, എന്താ ഇത്? ഇന്നലെ പെണ്ണുകാണാൻ വന്ന ചെക്കിന് വേണ്ടി ഉണ്ടാക്കിയ പായസം ഇത്. പാവം, അവനിത് കഴിക്കാനുള്ള യോഗം ഉണ്ടായില്ല. നീ കഴിച്ചോ? നിനക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നുമില്ലല്ലോ. അയാള് നിന്നെ കണ്ടിട്ട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞോ? ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇത്ര വിഷമം ഉണ്ടാവില്ല. പക്ഷെ ജീവന് പേടിച്ച് ഭീരുക്കളായിട്ടാ തോന്നിയത്. ഒരു കാര്യം മാത്രം പറയാം മഹേഷ്, മീശ വെച്ചത് കൊണ്ട് മാത്രം ഒരാണാവണമെന്നില്ല. മീശ ഉള്ളവനൊന്നും ആണല്ല. ആരൊക്കെ എതിർത്താലും ജാതകത്തിലൊന്നും വിശ്വസിക്കാതെ ഇഷ്ടപ്പെട്ട പെണ്ണിനൊപ്പം ജീവിക്കുന്നവനാണ് അവനാണ് യഥാർത്ഥ ആണ്. അങ്ങനെ ഒരാളെയാ ഞാൻ അന്വേഷിക്കുന്നത്. പക്ഷേ ഇനിയും കണ്ടെത്തിയിട്ടില്ല. ശരി, നീ ആദ്യം പായസം കഴിക്ക. അമ്മ വരുമ്പോ ഞാൻ വന്ന കാര്യം പറഞ്ഞേക്കണേ. ഞാൻ പോട്ടെ.
അച്ചു നിന്റെ അപ്പനെ പറ്റിച്ചാണോ വന്നിരിക്കുന്നത്? ഒരു രക്ഷയില്ലടാ. മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. വെള്ളം കോരി മുഖത്തൊഴിക്കാടാ. ഡാ വിടളിയ ആദ്യം അവൻ പറയുന്ന കഥ മുഴുവൻ കേട്ട് നോക്ക്. രാവിലെ ഈ ലോകം മൊത്തം 2 റൗണ്ട് ഓടിച്ചു. ഇനി ദിവസം മൊത്തം ഇങ്ങനെ ഓടണമെന്നാ പറയുന്നത്. രാവിലെ ഇങ്ങനെ ഓടുന്നത് ആരോഗ്യത്തിന് വളരെ നല്ല കാര്യമാണ്. ഓക്കെ അളിയ, നീ പറയേണ്ടതൊക്കെ പറഞ്ഞോ. അത് പോട്ടേന്ന് വെക്കാടാ. പക്ഷെ ഞാൻ പാസ്സാകുന്ന വരെ ഇനി മീനും ഇറച്ചി ഒന്നും തിന്നാൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര സ്ട്രിക്റ്റാടാ. എന്താടാ? വേറൊന്നുമില്ല അളിയ, നിനക്ക് ശരിക്കും മീശ പോലും കുരുത്തിട്ടില്ല. മീശ പൊടിച്ചാലേ ആഗ്രഹങ്ങളൊക്കെ പൊടിക്കുള്ളൂ. പിന്നെ നിനക്ക് എപ്പോഴാ മീശ കിളിർക്കുന്നേ? പിന്നെ നീ എപ്പോഴാ ഒരു പുരുഷനായി മാറുന്നേ? അത് ഓർത്തപ്പോ എനിക്ക് ചിരി വന്നോളിയാ. മീശ ഉള്ളവനൊന്നും ആണല്ല. മീശ ഉള്ളവനൊന്നും ആണല്ല. മീശ ഉള്ളവനൊന്നും ആണല്ല. ഇവനിന്ന് വാങ്ങിക്കാതെ പോവില്ല. നിന്നെയൊക്കെ ഒരു കൂട്ടുകാരാന്ന് വിചാരിച്ച് കൂടെ കൊണ്ടു നടക്കുന്ന എന്നെ വേണം തല്ലാനായിട്ട്. എടാ നീ പിണങ്ങി പോലടാ. എടാ മച്ചു, എടാ ഞാൻ ചുമ്മാ കളിക്ക് പറഞ്ഞതാ. നീ എന്തിനെങ്ങനെ പറഞ്ഞ? വിടളിയ, ഞാൻ ചുമ്മാ ഒരു തമാശക്ക് പറഞ്ഞതാ. അതിനൊക്കെ പിണങ്ങാന്ന് വെച്ചാ എവിടെ പോകും? അതും ശരി തന്നെയാ. എടേ ഒരു പൊതിങ്ങിതാ. എന്താടാ സുഖല്ലേ നിനക്ക്? വാ വാ. എന്തരടേ ഇത്? ഇപ്പോഴൊക്കെ നിന്റെ സാധനത്തിലൊരു കിക്കും ഇല്ലല്ലേ? ഞാൻ തരുന്നത് കഞ്ചാവ് തന്നെയാടാ, കേപ്പിന്റെ ഇലയൊന്നല്ല. ഓ തന്നെ തന്നെ, അതൊക്കെ നമുക്ക് അറിയാം. എന്നെ പോലത്തെ തേണ്ടികൾക്ക് കഞ്ചാവ് തരുന്ന എന്നെ വേണം പറയാൻ. അവന്റെ പോക്ക് കണ്ടില്ലേ? എന്തു പറ്റുമാർക്ക്? ഡാ നിങ്ങൾ രണ്ടുപേരെന്താ മിണ്ടാണ്ടിരിക്കുന്നേ? എടാ മഹേഷ്, അവൻ സോറി പറഞ്ഞതല്ലേ, പിന്നെന്താ? വിടളിയ, അവൻ വലിയ ആളായി പോയില്ലേ? നമ്മളെ പോലുള്ള പാവങ്ങളോടൊക്കെ അവൻ സംസാരിക്കൂ? നിന്റെയൊക്കെ ഒരു കാര്യം, ചെറിയ കാര്യങ്ങൾക്ക് സൗന്ദര്യപ്പെടണം. വല്ലാത്തൊരു പോക്കാണല്ലോ. ഇനി തല്ലുവോ? എന്തായാലും രണ്ടുപേരും മിണ്ടിയല്ലോ. അപ്പൊ ഇനി അടിച്ചു പാമ്പാവണം. അടിപൊളി സാധനം. അടിച്ചോടെ സാധനം അങ്ങ് കേറണം. ഇങ്ങനെ ഇരുന്ന് വെള്ളം അടിച്ച് എത്ര നാളായി. അവസാനായിട്ട് അടിച്ചത് നിന്റെ ആളെ തട്ടിയിട്ടപ്പോഴാ. ഇത് പറയാൻ നാണല്ലോ. കറക്റ്റ് ചെയ്ത് നീ 1 വർഷം ആവാൻ പോകുന്നു. നീയും ദിവസം പോയി അവളെ കാണുന്നുണ്ട്, പക്ഷെ കാര്യങ്ങൾ മാത്രം ഒന്നും നടക്കുന്നില്ല. നോക്കളിയ, അങ്ങനെയൊന്നും പറയരുതേ. നീ വിചാരിക്കുന്നത് പോലെ ഒന്നും നടന്നിട്ടില്ല. എന്താടാ ഒന്നും നടക്കാത്ത? കുറ്റിക്കാട്ടിലൊക്കെ കേറുന്നുണ്ടല്ലോ, പിന്നെ ഒന്നുമില്ലെന്ന് വെച്ചാ? കാര്യങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ പോകുന്നുണ്ട്, പക്ഷെ കാര്യത്തിന്റെ അകത്ത് മാത്രം കിടക്കാൻ പറ്റുന്നില്ലടാ. അതാ ഒന്നും മനസ്സിലാകാത്തത്. അന്നൊരു ദിവസം ഞാൻ ആറ്റിന്റെ കരയിലിരിക്കുമ്പോ എന്നെ കാണാൻ വേണ്ടി അവൾ വന്നടാ. അങ്ങനെ അവളെ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഞാൻ അങ്ങനെ അവളെ ഇരുത്തി.
ആ എന്നിട്ട് അവളുടെ തല മുതല് അവളുടെ കാല് വരെ എന്റെ ഈ ലിപ്സ് കൊണ്ട് അവളെ ഞാൻ കിസ് ചെയ്തടാ. അങ്ങനെ കിസ് അടിച്ചുകൊണ്ട് അവളുടെ അരക്കെട്ടിൽ ഞാൻ കൈവച്ച് പതുക്കെ പതുക്കെ അങ്ങനെ ഒരു തടവക്കം തടവി എന്റെ കാലുകൊണ്ട് അവളുടെ കാലിനെ പതുക്കെ പതുക്കെ ഒന്ന് തടവിയടാ. അവളുടെ കാതില് മൈനേ മൈനേന്നും പറഞ്ഞ് ഞാൻ വിളിച്ചു. അവൾ അങ്ങനെ അവളുടെ കണ്ണുകൾ മൂടി എന്റെ ഈ മാറിലേക്ക് അവൾ ചാഞ്ഞളിയ. അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ണോട് കണ്ണു നോക്കി അളിയ. ഈ സന്ദർഭത്തിനായിട്ടാണ് ഞാൻ കാത്തിരുന്നത്. പിന്നെ പതുക്കെ പതുക്കെ ഞാൻ അവളെ താഴെ അങ്ങ് കിടത്തി അവൾ അടുത്തേക്ക് പോയി അളിയ. അപ്പോഴേ അളിയ അവള്. എന്നിട്ട് ആ സമയത്ത് അളിയ അവിടെ ഒരു വല്ലാത്ത ശബ്ദം. അവിടെ വന്ന ഏതോ ഒരു തെണ്ടി ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നടാ. ആ എന്നിട്ട് കോപ്പ് മൈന ഉണ്ടല്ലോ, അവള് പറന്നു പോയളിയ. ഓടാ, എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എടാ എന്ത് കുടിയാടാ അത്? എടാ മുമ്പ് പഴുത്തു കൂടാ പതുക്കെ. ഓ എല്ലാം എടാ മഹേഷേ, മുളക് പൊടി തീർന്നു. നീ സൈക്കിൾ എടുത്ത് വേഗം പോയി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വാ. അമ്മയ്ക്ക് ഇതൊക്കെ നേരത്തെ വാങ്ങിച്ചു വെച്ചൂടെ? എനിക്കങ്ങ് വയ്യ പോകാനായിട്ട്. ഷോ ശരി, നീ ഗായത്രിയുടെ വീട്ടിൽ ചെന്ന് അമ്മ ചോദിച്ചെന്ന് പറഞ്ഞിട്ട് മുളക് പൊടി വാങ്ങിച്ചിട്ട് വാ. ഞാൻ പിന്നെ പോയി കടയിൽ നിന്ന് വാങ്ങിച്ചോളാം. വേഗം പോ മോനെ, പറഞ്ഞത് കേൾക്ക്. ഒന്ന് മര്യാദയ്ക്ക് പേപ്പർ വായിക്കാൻ പോലും സമ്മതിക്കത്തില്ല. നിക്കേ, ഞാൻ പോയി ഷർട്ട് ഇട്ട് വരാം. വാങ്ങിച്ചിട്ട് വന്ന് പഠിച്ചൂടെ? കാര്യം നീ ഇപ്പൊ വന്നത്. വാ, ഈ ഒക്കെ ഒന്ന് ഇട്ട് തരൂ. എന്താടാ, ഒന്ന് ഇട്. സ്വപ്നായിരുന്നോ? ശരി, നീ പുറത്തിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. ആ, എന്റെ ഗായത്രി ഏത് ഇത്ര സുന്ദരിയോ?